बाबा श्री गुरु बाबा शरवण भव बाबा जय गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण भव बाबा जय गुरु बाबा ബാബയെ കാണാൻ ഞങ്ങൾ വരുന്നു പാദപൂജ ചെയ്യാൻ ഞങ്ങൾ വരുന്നു ബാബയെ കാണാൻ ഞങ്ങൾ വരുന്നു പാദപൂജ ചെയ്യാൻ ഞങ്ങൾ വരുന്നു പാദപൂജ ചെയ്യാൻ ഞങ്ങൾ വരുന്നു ശരവണ ഭവ ബാബ ശരണം തരണം ശരണം തരണം ശരണം തരണേ ബാബ ശരവണ ഭവ ബാബ ശരണം തരണം ശരണം തരണം ശരണം തരണേ ബാബ അഭിഷേകം ഞങ്ങൾ ചെയ്തിടാം ദശപുഷ്പഹാരം മാറിൽ ചാർത്തി ദശപുഷ്പഹാരം മാറിൽ ചാർത്തി ബാബയെ എന്നും നമസ്കരിക്കാം ബാബയെ എന്നും നമസ്കരിക്കാം ബാബയെ എന്നും നമസ്കരിക്കാം ശരവണ ഭവ ബാബ ശരണം തരണം ശരണം തരണം ശരണം തരണേ ബാബ ശരവണ ഭവ ബാബ ശരണം തരണം ശരണം തരണം ശരണം തരണേ ബാബ സദ്ഗുരു ബാബയെ കൈ തൊഴുന്നേ സദ്ഗുരു ബാബയെ കൈ തൊഴുന്നേ സദ്ഗുരു ബാബയെ കൈ തൊഴുന്നേ ശരവണ ഭവ ബാബ ശരണം തരണം ശരണം തരണം ശരണം തരണേ ബാബ ശരവണ ഭവ ബാബ ശരണം തരണം ശരണം തരണം ശരണം തരണേ ബാബ ശരണം തരണം ശരണം തരണം ശരണം തരണേ ബാബ ശരണം തരണം ശരണം തരണം ശരണം തരണേ ബാബ सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा കാലത്തെഴുന്നേറ്റു പൂജകൾ ചെയ്തു ഭക്തർക്കു ദർശനം നൽകും ബാബ സദ്ഗുരു ബാബ ഗുരു ബാബ सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा
പഴനിമല മുരുകൻ ദർശനമരുളിയ ശരവണ ബാബ ഗുരു ബാബ സദ്ഗുരു ബാബ ഗുരു ബാബ സദ്ഗുരു ബാബ ശ്രീ ഗുരു ബാബ ശരവണ ബാബ ഗുരു ബാബ. ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ എല്ലാവരും വലത് കൈ ഉയർത്തിപ്പിടിക്കും. വലത് കൈ ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം ആദ്യമായിട്ടാണ് ഇവിടെ ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഉയർത്തിപ്പിടിച്ചു. ഇനി ആ വലത് കൈയിലെ നടുവിരല് മോതിരവിരല് ചേർത്ത് പിടിക്കുക. എന്നിട്ട് അതിന്റെ മധ്യത്തിലായിട്ട് തള്ളവിരല് ചേർത്ത് പിടിക്കുക. ഇതിന് പൂജാവിധികളിലൊക്കെ മൃഗമുദ്ര എന്ന് പറയും. ആ മൃഗമുദ്ര നമ്മൾ നേരെ ശിരസിന് മുകളിൽ വെക്കുക. നേരെ ഇവിടുന്ന് ഒരു മന്ത്രം പറഞ്ഞു തരാം. അത് എല്ലാവരും ഏറ്റു ജപിക്കാം. ഉറക്കനെ ജപിക്കണേ. റെഡിയല്ലേ? എല്ലാവരും കണ്ണടച്ച് ആ വിശ്വാമിത്ര ഋഷി ഒന്ന് സ്മരിക്കുക. എല്ലാവരും ഓം. ഉറക്കനെ ജപിക്കണേ. ഓം വിശ്വാമിത്ര ഋഷി. ഇനി ആ മുദ്ര നേരെ നമ്മുടെ മേൽച്ചുണ്ടില് വെക്കാം. ഗായത്രി ചന്ദഃ. ഇനി നേരെ നമ്മള് ഹൃദയ പത്മത്തിൽ വെക്കാം. ശ്രീ സവിത ദേവത. ഇങ്ങനെയാണ് നമ്മള് ഗായത്രി മന്ത്രം ജപിക്കാൻ പോകുന്നത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ആ മുദ്ര പിടിക്കണം. കാരണം ഈ സമയം കൊണ്ട് നമ്മൾ അനുഭവിച്ചതായ ആ ഒരു എനർജി എന്നും നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കണം. അതുകൊണ്ട് നമുക്ക് വീണ്ടും ആ മുദ്ര പിടിക്കാം. ഇവിടുന്ന് പറഞ്ഞു തരാം. എല്ലാവരും ശിരസിന് മുകളിൽ വെക്കുക.
ഓം വിശ്വാമിത്ര ഋഷി. ഇനി നേരെ മേൽച്ചുണ്ടില് ഗായത്രി ഛന്ദഃ. ഇനി നമ്മള് നേരെ ഹൃദയപത്മത്തില് ശ്രീ സവിതാ ദേവത. ഓം ശരവണഭവ. നമഃശിവായ ശാന്തായ ശുദ്ധായ നിർമ്മലായ പ്രസന്നായ ശ്രീ ദക്ഷിണാമൂർത്തേ നമഃ. ജയ ജയ സത്യം ജയ ജയ സത്യം. வாழ்க வாழ்க ധർമ്മം. வாழ்க வாழ்க ധർമ്മം. ഓം ശിവായ. എല്ലാവരും കയ്യെ ഹൃദയത്തിൽ തോട് പിടിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കൂ. ஓம் சரவண பவ ஓம் சரவண பவ ஓம் சரவண பவ குருதேவா. ஓம் சரவண பவ ஓம் சரவண பவ சத்குரு ஸ்ரீ சரவண பாபா. ஓம் சரவண பவ ஓம் சரவண பவ ஓம் சரவண பவ குருதேவா. ஓம் சரவண பவ ஓம் சரவண பவ சத்குரு ஸ்ரீ சரவண பாபா. திங்கள் தோறும் தென்முக கடவுள் தட்சிணாமூர்த்தியாய் காட்சி தந்தாய். திருவடி சரணம் என வரும் அடியவர் குறைகளை எல்லாம் நீ களைந்தாய். சின்முத்திரையுடன் சிரித்த உன் முகமே உபதேசங்களை வழங்கிடுமே. சரவண